ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു സൈലം SSC ടൈം സ്പീഡ് ഡിസ്റ്റൻസ്. അതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സർക്കുലർ ട്രാക്ക്. അപ്പോൾ ഈ സർക്കുലർ ട്രാക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ കഴിഞ്ഞ എക്സാംസിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സർക്കുലർ ട്രാക്ക് ഏകദേശം കംപ്ലീറ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ സർക്കുലർ ട്രാക്ക് ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ഓൾറെഡി നിങ്ങൾ പഠിച്ചായിരിക്കും. അതിൽ സർക്കുലർ ട്രാക്കിൻ്റെ കേസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം നമുക്ക് ആദ്യം നോക്കാം. അതായത് 2-3 കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. അതായത് ഇതിലെന്താണ്, നമ്മളൊരു സർക്കുലർ പാത്ത് ഉണ്ടാകും. അപ്പോൾ അതിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരാൾ ചിലപ്പോൾ 2 പേരും ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. 2 പേരും മൂവ് ചെയ്യും. അല്ലെങ്കിൽ 2 പേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 പേരും ഇപ്പോൾ ഇങ്ങനെയുള്ള ട്രാക്ക് ഉണ്ട്. 2 പേരും ഇവിടുന്ന് ഒരാൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു, മറ്റേ ആൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു. 2 പേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ ഈ 2 കേസാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ടൈം ടു മീറ്റ് അല്ലെങ്കിൽ മീറ്റിംഗ് ടൈമാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ മീറ്റിംഗ് ടൈമാണ് സാധാരണ നമ്മൾ നോക്കുന്നത്. ഇനി മീറ്റിംഗ് ടൈമിൻ്റെ കേസിൽ നമ്മൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ, അതായത് നമ്മൾ ഈ കേസിൽ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ മീറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മുടെ ലെങ്ത്ത്, അതായത് ടോട്ടൽ ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് ഉണ്ടാവുമല്ലോ, ടോട്ടൽ ലെങ്ത്ത് എല്ലാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ മീറ്റിംഗ് ടൈമാണ് എപ്പോൾ വെൻ നമ്മുടെ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മുടെ മീറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ലെങ്ത്ത് ഡിവൈഡ് ബൈ റിലേറ്റീവ് സ്പീഡാണ്. അതായത് ഇതിൻ്റെ സ്പീഡ് S1 ഇത് S2 ആണെന്ന് വിചാരിക്കാം. സോ S1 മൈനസ് S2 ആണ് നമ്മുടെ മീറ്റിംഗ് ടൈം കിട്ടുക. ഓക്കെ, ഇതാണ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലോ, നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത് ഇതുപോലെ തന്നെയാണ്. ലെങ്ത്ത് ബൈ റിലേറ്റീവ് സ്പീഡ്. ഓപ്പോസിറ്റ് ആകുമ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്നത് S1 പ്ലസ് S2 ആണ്. അതായത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നിങ്ങൾക്ക് സിമ്പിളാണ്. നോക്കിയേ, ഒരാൾ ഇവിടുന്ന് വരും, ഒരാൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരും, ഒരാൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരും. സോ ഈ ഏതെങ്കിലും ഒരു പോയിൻ്റായിട്ട് 2 പേരും കണ്ടുമുട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയാണ് ട്രാവൽ ചെയ്തത്? ഇവിടുന്ന് ഇവിടത്തേക്കും ടോട്ടൽ ആ സർക്കിളിൻ്റെ അത്ര തന്നെ അവർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ആ സർക്കിളിൻ്റെ ലെങ്ത്ത് ആ ട്രാക്കിൻ്റെ ലെങ്ത്ത് ഡിവൈഡ് ബൈ 2 പേരും ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ S1 പ്ലസ് S2 ഇതാണ് കിട്ടുക. ഇനി അപ്പോൾ ചിലവർക്ക് കൺഫ്യൂഷൻ വരും, ഇതെങ്ങനെയാണ് സെയിം ഡയറക്ഷൻ ആകുമ്പോൾ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അതായത് ഇപ്പോൾ ഒരാളുടെ സ്പീഡ് നമുക്കൊരു 4 ആണെന്ന് വിചാരിക്കാം, മറ്റേ സ്പീഡ് 2 ആണ്, അല്ലെങ്കിൽ ഇത് 4 ഇത് 2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ പെർ സെക്കൻഡാണ് ഇത്ര 4 മീറ്റർ പെർ സെക്കൻഡ്, ഇത് 2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 2 പേരും തമ്മിലില്ല, ആദ്യത്തെ ആൾ 4 മീറ്റർ അപ്പുറം പോയി, രണ്ടാമത്തെ ആൾ 2 മീറ്റർ. അപ്പോൾ ഒരു സെക്കൻഡിൽ ശരിക്കും ആ ഇക്വേഷൻ എങ്ങനെ വന്നു വെച്ചാൽ ഒരു സെക്കൻഡിൽ എത്രയാ 2 മീറ്റർ 2 പേരും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ 2 സെക്കൻഡ് ആകുമ്പോൾ എത്ര ഡിഫറൻസ് ആവും? 4 മീറ്റർ ആവും 2 പേരും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അങ്ങനെ 2 പേരും ഇനി കണ്ടുമുട്ടണമെങ്കിൽ ഒരാൾ അങ്ങനെ ഡിസ്റ്റൻസ് കൂടി ആ ലെങ്ത്തിൻ്റെ അത്ര തന്നെ ഡിസ്റ്റൻസ് ആവണം. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഇപ്പോൾ നമുക്കൊരു 10 അല്ലെങ്കിൽ ഒരു 40 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ലെങ്ത്ത് കൂടി 2 പേരും തമ്മിലുള്ള ഇടയിലുള്ള ഡിസ്റ്റൻസ് 40 ആകുമ്പോൾ ഒരാൾ പോയിട്ട് മറ്റാളുടെ ബേക്കിലെത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ 2 മീറ്റർ, അങ്ങനെ എത്ര സെക്കൻഡ് എടുക്കണം ഈ 40 മീറ്റർ പോകാൻ? ഓക്കെ, ഒരു സെക്കൻഡിൽ 2 മീറ്റർ. അപ്പോൾ നമ്മൾ ഇവരെന്താ ചെയ്യുന്നത്? ഒരു സെക്കൻഡിൽ 2 മീറ്റർ, അങ്ങനെ 40 ഒരു സെക്കൻഡിൽ 2 മീറ്റർ ആണ്. അങ്ങനെ എത്ര ഈ 40 ഫുള്ള് ഡിസ്റ്റൻസ് 40 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 40/2 മീറ്റർ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, 40/2 മീറ്റർ. അത് തന്നെയാണ് നമ്മുടെ ലെങ്ത്ത് ബൈ S1 മൈനസ് S2. ഓക്കെ, ഒരു സെക്കൻഡിൽ 2 മീറ്റർ, അങ്ങനെ 40 മീറ്റർ കിട്ടണമെങ്കിൽ എത്ര ടൈം എടുക്കണം എന്നാണ് ചോദിക്കുന്നത്. സോ 40/2 അല്ലെങ്കിൽ ലെങ്ത്ത് ഡിവൈഡ് ബൈ 2 പേരും തമ്മിലുള്ള സ്പീഡിൻ്റെ ഡിഫറൻസ്. ഓക്കെ, 2 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഈ 2 കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എന്താണ്? ലെങ്ത്ത് ഡിവൈഡ് ബൈ 2ൻ്റെയും ഡിഫറൻസ് ആണ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ. ലെങ്ത്ത് ഡിവൈഡ് ബൈ 2ൻ്റെയും സമ്മാണ് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി വേറൊരു കാര്യം കൂടെ പറയുന്നത്, നമ്മളോട് ചോദിച്ചു എത്ര പോയിന്റിൽ ഇവർ മീറ്റ് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സപ്പോസ് അതായത് നമുക്കറിയാം ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളിലൂടെ പറയാം വേണമെങ്കിൽ.
അപ്പോൾ ആദ്യത്തെ ഈ കേസ് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താ മീറ്റിംഗ് ടൈം എന്ന് പറയുന്ന ഈ രണ്ട് കാര്യം പഠിച്ചു വെക്കുക. ഇനി സപ്പോസ് നമ്മളിപ്പോൾ ഒരാളുടെ സ്പീഡ്, അല്ലെങ്കിൽ നമുക്ക് ഈ സർക്കുലർ ട്രാക്ക് എന്താണ് ഒരു 10 മീറ്റർ ആണെന്ന് വിചാരിക്കാം. സർക്കുലർ ട്രാക്ക് ഒരാളുടെ സ്പീഡ് എ എന്ന് പറയുന്ന ആളുടെ സ്പീഡ് എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ്, ബി എന്ന് പറയുന്ന ആളുടെ സ്പീഡ് എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ രണ്ടും സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കാം. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അവർ മീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് മീറ്റിംഗ് ടൈം എന്തായിരിക്കും? മീറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 10/2 എന്താ 3ഉം 2ഉം 5. സോ 2 സെക്കൻഡിൽ മീറ്റ് ചെയ്യും. ഓക്കെ, 2 സെക്കൻഡിൽ മീറ്റ് ചെയ്യും. അപ്പോൾ എത്ര ദൂരത്ത് എത്തും അവർ? 2 സെക്കൻഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ സ്പീഡ് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 2 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ എത്തും. ഓക്കെ, 2 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. 2 സെക്കൻഡ് കൊണ്ട്, അതായത് എ എന്ന് പറയുന്ന ആൾ 6 മീറ്റർ എത്തുമ്പോഴാണ് ആദ്യം മീറ്റ് ചെയ്യുക. ഓരോ 6 മീറ്റർ കഴിയുമ്പോഴും അവർ വീണ്ടും വീണ്ടും മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ? ഓരോ 2 സെക്കൻഡ് കഴിയും. ആദ്യത്തെ 2 സെക്കൻഡിൽ അവർ മീറ്റ് ചെയ്തു, അടുത്ത 2 സെക്കൻഡിൽ അവർ മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഓരോ 6 മീറ്ററിലും അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ അടുത്തത് എവിടെയായിരിക്കും മീറ്റ് ചെയ്യുക? അടുത്തത് 10 മീറ്റർ ആണെന്ന് പറഞ്ഞാൽ, സോ 6ാമത്തെ മീറ്ററിൽ ആദ്യം മീറ്റ് ചെയ്തു. ഇനി വീണ്ടും 6 മീറ്റർ ആകുമ്പോൾ എന്താണ്? 10 കഴിഞ്ഞു. അടുത്ത 2ാമത്തെ മീറ്ററിൽ അവർ വീണ്ടും മീറ്റ് ചെയ്യും. ഓക്കെ, 2ാമത്തെ മീറ്ററിൽ അവർ വീണ്ടും മീറ്റ് ചെയ്യും. വീണ്ടും അവർ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? 2ൻ്റെ കൂടെ വീണ്ടും 6 കൂട്ടിയാൽ 8ാമത്തെ മീറ്ററിൽ അവർ വീണ്ടും മീറ്റ് ചെയ്യും. എഗെയിൻ 6 കൂട്ടിയാൽ എന്താണ്? 8ഉം 6ഉം 10 പോയി. പിന്നെ 4ാമത്തെ മീറ്ററിൽ അവർ വീണ്ടും മീറ്റ് ചെയ്യും. എഗെയിൻ 6 കൂട്ടിയാൽ നമ്മൾ 10 അല്ലെങ്കിൽ 0 എന്ന മീറ്ററിൽ മീറ്റ് ചെയ്യും. പിന്നെ വീണ്ടും ഈ സർക്കിൾ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതാലോചിക്കണ്ട. ഇവിടെ എന്താ 5 പോയിന്റിൽ അവർ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ 5 ഡിഫറെൻറ്റ് പോയിന്റിൽ അവർ മീറ്റ് ചെയ്യും. 5 ഡിഫറെൻറ്റ് പോയിന്റിൽ അവർ മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ നമ്മുടെ സ്പീഡ് എടുക്കുക. ഓക്കെ, ഇത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും സ്പീഡ് എടുക്കുക. നോക്കിയേ, ഒന്ന് 3 ആണ്, മറ്റേതിൻ്റെ സ്പീഡ് 2 ആണ്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുക 2 സ്പീഡിൻ്റെയും. എന്നിട്ട് 3ഉം 2ഉം 5 ഡിഫറെൻറ്റ് പോയിന്റിൽ അവർ മീറ്റ് ചെയ്യും. സെയിം ഡയറക്ഷനിലാണെങ്കിൽ അവർ ഇതിൻ്റെ എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നു, 5 ഡിഫറെൻറ്റ് പോയിന്റിൽ മീറ്റ് ചെയ്യും. ഇനി സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഇത് മൈനസ് ചെയ്യുന്നു, 1 പോയിന്റിൽ മീറ്റ് ചെയ്യും. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ പറയാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ആദ്യത്തെ നമ്മൾ മീറ്റിംഗ് ടൈമിൽ നമ്മൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ, ഒന്നാമത്തെ കേസാണ്, നമ്മൾ 2 കാര്യമാണ് പഠിക്കേണ്ടത്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലെങ്ത് ഡിവൈഡ് ബൈ S1 മൈനസ് S2. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെങ്ത് ഡിവൈഡ് ബൈ സ്പീഡിൻ്റെ സമ്മ്. അത് രണ്ടും പഠിച്ചു. ഇനി എത്ര പോയിന്റിൽ അവർ മീറ്റ് ചെയ്യും? ഓക്കെ, അതായത് എത്ര ഡിഫറെൻറ്റ് പോയിന്റിൽ അവർ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്. ഓക്കെ, മീറ്റിംഗ് പോയിന്റ്. അടുത്തത് നമ്മളെന്താ? നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് മീറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കാനുള്ളത് കേട്ടോ. സർക്കുലർ ട്രാക്കിൽ ഞാൻ പെട്ടെന്ന് പോവുകയാണ്, നിങ്ങൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറയുന്നു സെയിം ഡയറക്ഷൻ ആണെങ്കിൽ, ഇതിലും 2 കേസാണ്. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്താണ്? നമ്മുടെ സ്പീഡിൻ്റെ റേഷ്യോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിവിടെ സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് x:y ആണെന്ന് വിചാരിക്കുക. 2 സ്പീഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്താ? x മൈനസ് y എന്ന ഇതായിരിക്കും കിട്ടുക. എത്ര ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് നമ്മൾ നേരത്തെ ചെയ്തില്ലേ? നോക്കിയേ, 5ഉം 3ഉം 2ഉം ആണ് രണ്ടിൻ്റെയും റേഷ്യോ വരുന്നത്, സ്പീഡിൻ്റെയും. സോ 3 - 2 സെയിം ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ 3 - 2 ചെയ്താൽ 1 പോയിന്റിലായിരിക്കും മീറ്റ് ചെയ്യുക. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നോക്കിയാൽ ഇങ്ങനെ 5 പോയിന്റിൽ അവർ മീറ്റ് ചെയ്യും. ഇങ്ങനെ 5 പോയിന്റിൽ മീറ്റ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ 5 പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? x മൈനസ് y എന്ന് പറയുന്നത് സെയിം പോയിന്റ് ആണ്. ഇനി ഡിഫറെൻറ്റ് പോയിന്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? രണ്ടുപേരും x പ്ലസ് y. ഓക്കെ, x പ്ലസ് y നമ്മൾ നേരത്തെ ചെയ്ത പോലെ 3ഉം 2ഉം 5. അങ്ങനെ 5 പോയിന്റിൽ അവർ മീറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഈ 4 കാര്യമാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യാം. പെട്ടെന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ഇൻ എ സർക്കുലർ റേസ്
സർക്കുലർ റേസ് ആണ്. 1850 മീറ്റർ. അമൻ ആൻഡ് സുമൻ സ്റ്റാർട്ട് ഫ്രം ദ സെയിം പോയിന്റ് ആണ് ആൻഡ് അറ്റ് ദ സെയിം ടൈം വിത്ത് സ്പീഡ് എന്ന് പറയുന്നത്, അതായത് സർക്കുലർ ട്രാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതാ സർക്കുലർ ട്രാക്ക് ഇങ്ങനെ വരക്കാം. സോറി, സർക്കുലർ അല്ലല്ലോ, സർക്കുലർ ട്രാക്ക് യെസ്, ഇപ്പോൾ സർക്കിളായി. സർക്കുലർ ട്രാക്ക് ഉണ്ട്. ഇവിടെ എന്താണ്, അമൻ ആൻഡ് സുമൻ സ്റ്റാർട്ട് ഫ്രം ദ സെയിം പോയിന്റ് ആൻഡ് സെയിം ടൈം. അപ്പോൾ ഒരാളുടെ എത്ര 25 km/h, മറ്റാളുടെ 15 km/h. രണ്ടാളുടെ സ്പീഡ് തന്നു. ടോട്ടൽ സർക്കുലർ ട്രാക്ക് 1850 മീറ്റർ ആണ്. പിന്നെന്ത് പറയുന്നു, ആഫ്റ്റർ ഹൗ ലോങ് വിൽ ദേ മീറ്റ് അഗെയിൻ, അവർ എപ്പോൾ മീറ്റ് ചെയ്യും, അതാണ് മീറ്റിംഗ് ടൈമാണ്, മീറ്റിംഗ് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടൈം ഓൺ ദ ട്രാക്ക് വെൻ ദേ ആർ റണ്ണിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നു. ഒരാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 22 km/h ആണ്. അത് നോക്കണം, യൂണിറ്റ് മസ്റ്റ് ആണ്. രണ്ടാമത്തത് 15 km/h. ഇങ്ങനെയാണുള്ളത്. സോ നമ്മളോട് ചോദിച്ചത് എന്താണ്, എത്ര ടൈം കഴിഞ്ഞിട്ട് അവർ മീറ്റ് ചെയ്യും. സോ നമ്മൾ പഠിച്ചാണ് എന്താ മീറ്റിംഗ് ടൈം ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, മീറ്റിംഗ് ടൈം ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്താ, നമ്മുടെ ലെങ്ത് ഡിവൈഡ് ബൈ എന്താണ് റിലേറ്റീവ് സ്പീഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ പ്ലസ് ചെയ്യും, S1 + S2. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. NTPC ഗ്രാജുവേറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ NTPC ഗ്രാജുവേറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ 1850 ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സ്പീഡും ആഡ് ചെയ്യുന്നു. 22ഉം 15ഉം 37. പക്ഷേ 1850 എന്ന് പറയുന്നത് മീറ്റർ ആണ്. മറ്റൊന്ന് പറയുന്നത് എന്താണ്, ഡിനോമിനേറ്ററിലുള്ള 37 എന്ന് പറയുന്നത് km/h ആണ്. ഓക്കെ, സോ എന്ത് ചെയ്യാം, km/h നമ്മൾ m/s കൺവേർട്ട് ചെയ്യും. കിലോമീറ്റർ വലുതാണ്, km/h വലുതാണ്, m/s ചെറുതാണ്. സോ കിലോമീറ്ററിൽ നിന്ന് മീറ്ററിലേക്ക് മാറ്റാൻ 5/8 ആണ്. km/h നിന്ന് m/s എന്ന് പറയുന്നത് ചെറുതാണ്. സോ 5/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി സിമ്പിളാണ്, ഇത് കട്ട് ചെയ്ത ആൻസറായി. എന്ത് വരും, ഇതും ഇതേ ഇൻറ്റു ഇത് 185. സോ 10. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 180 സെക്കൻഡ് ആണ്. സോ ആൻസർ എന്താ, ഓപ്ഷൻ സി അല്ലേ ആൻസർ കിട്ടുക. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലാണ് പോയത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കോൺസെപ്റ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പോയി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇതൊക്കെ ആണെന്ന് വിചാരിക്കുന്നു. സെയിം ഡയറക്ഷൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ വന്നാൽ മീറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ എന്താ സെയിം ഡയറക്ഷൻ വന്നാൽ എന്ത് ചെയ്യും, നമ്മൾ താഴെ ഡിനോമിനേറ്ററിൽ അത് മൈനസ് ചെയ്ത് എഴുതിയാൽ മതി. സെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഇപ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ ആട്ടോ എടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ ഈ കേസ് നോക്കിയേ, എല്ലാം ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. A and B സ്റ്റാർട്ട് റണ്ണിങ് ഓൺ എ സർക്കുലർ ട്രാക്കാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 900 മീറ്റർ ആണ്. എന്റെ സ്പീഡ് തന്നു, ബിൻ്റെ സ്പീഡ് തന്നു. എവറി ടൈം എ ഓവർടേക്ക് ബി ബോത്ത് റെഡ്യൂസ് ദെയർ സ്പീഡ് ബൈ എത്രയാ, 5%. ഓരോ സമയവും ഓവർടേക്ക് ചെയ്യുമ്പോഴും 5% റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഓൺ ദെയർ സ്പീഡ് ആൻഡ് ബിഫോർ കണ്ടിന്യൂ. ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ് ഡസ് എ ഓവർടേക്ക് ബി ഫോർ ദ തേർഡ് ടൈം എപ്പോൾ ഓവർടേക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, തേർഡ് ടൈം എപ്പോൾ ഓവർടേക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്യാം. സോ ഇവിടെ എന്താണ് ഇവരുടെ ലെങ്ത് എന്ന് പറയുന്നത്, നോക്കിയേ. ലെങ്ത് എന്ന് പറയുന്നത് 900 ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 900. അതായത് ഫസ്റ്റ് ടൈം എപ്പോൾ ഇവർ മീറ്റ് ചെയ്യും. എ ആൻഡ് ബി സ്റ്റാർട്ടിങ് ഓൺ എ സർക്കുലർ ട്രാക്ക് ഫ്രം ദ ലെങ്ത് ഇതാണ്. റണ്ണിങ് അറ്റ്, സോ രണ്ടുപേരും ഓവർടേക്കിംഗ് എവറി ടൈം. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ഒരേ ഇല്ലാണ് പോകുന്നത്, കാരണം നമുക്ക് തന്നിട്ടില്ലല്ലോ. അപ്പോൾ രണ്ടുപേരും റൈസാണ് റണ്ണിങ് ചെയ്യുന്നുണ്ട്, ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ അതായത് നമുക്ക് എന്താ ഓപ്പോസിറ്റ് ആണെന്ന് തന്നിട്ടില്ല. സോ സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താണ്, ആദ്യം നമുക്ക് മീറ്റിംഗ് ടൈം എടുക്കാം. എത്ര ടൈമിനുള്ളിൽ അവർ മീറ്റ് ചെയ്യും. മീറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ 900 മീറ്റർ ഉണ്ട്. ഡിവൈഡ് ബൈ അവരുടെ റിലേറ്റീവ് സ്പീഡ് എന്താണ്, 225ഉം 180. സോ റിലേറ്റീവ് സെയിം ഡയറക്ഷൻ ആകുമ്പോൾ നമ്മൾ എന്തെടുക്കുന്നു, മൈനസ് ചെയ്യണം.
225 180 മൈനസ് ചെയ്യുന്നു. അപ്പം എന്ത് കിട്ടും? 45 കിട്ടുക. പിന്നെ രണ്ടും മീറ്ററിലാണുള്ളത്. ഓൾറെഡി നമുക്ക് ന്യൂമറേറ്റർ മീറ്ററാണ്, ഡിനോമിനേറ്റർ മീറ്റർ പെർ മിനിറ്റ് ആണ്. ഓക്കെ, സെറ്റാണ്. രണ്ടും മീറ്ററിലുള്ളത് ഓക്കെയാണ്. സോ മീറ്റിംഗ് ടൈമും നമുക്ക് എന്ത് കിട്ടും? മിനിറ്റിൽ കിട്ടും. സോ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 20 മിനിറ്റ് ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും? 20 മിനിറ്റ് കൊണ്ട് ആദ്യം ഇവർ കണ്ടുമുട്ടും. ഓക്കെ, ഫസ്റ്റ് ടൈം ഇവർ കണ്ടുമുട്ടുന്നത് 20 മിനിറ്റ് കൊണ്ടാണ്. ഇനി എന്തായി? ഇവരുടെ സ്പീഡ് മാറി. ഓക്കെ, ഇവരുടെ സ്പീഡ് മാറി. എന്തായി? 5% കുറഞ്ഞു. അപ്പോൾ മനസ്സിലാക്കണം, സ്പീഡ് രണ്ടുപേരതും സ്പീഡ് 5% കുറഞ്ഞാൽ റിലേറ്റീവ് സ്പീഡും 5% കുറയും. ഓക്കെ, ആ കോൺസെപ്റ്റ് നോക്കുക. രണ്ടുപേരുടെയും സ്പീഡ് 5% കുറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? റിലേറ്റീവ് സ്പീഡും 5% കുറയും. അതിൽ കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. സപ്പോസ് എങ്ങനെയാണ്? ഒരാളുടെ സ്പീഡ് 50 അല്ലെങ്കിൽ ഒരാളുടെ സ്പീഡ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എത്രയാണ്? 20 മറ്റൊരാളുടെ സ്പീഡ് 40 ഇപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് എത്രയാണ്? 20 റിലേറ്റീവ് സ്പീഡ്. ഇനി 5% കുറഞ്ഞു. 20ൻ്റെ 5 എത്രയാണ്? 20ൻ്റെ 10% എന്ന് പറയുന്നത് 2 1%. 5% എന്ന് പറയുന്നത് 1. സോ 19 കുറഞ്ഞു. ഇനി ഇവിടുന്നോ 2 കുറഞ്ഞു. ഓക്കെ, 2 കുറഞ്ഞു. അപ്പം എന്ത് കിട്ടി? അതായത് ഇവിടുന്ന് എന്ത് കുറഞ്ഞു? 40 ഉള്ളത്. സോ 40 അതിൻ്റെ 10%, അതായത് 5% കുറയേണ്ടത്. 5% കുറഞ്ഞു എന്ന് വെച്ചാൽ 40 ഉള്ളത് 10% എന്ന് വെച്ചാൽ 4. 5% എന്ന് വെച്ചാൽ 2. 2 കുറഞ്ഞിട്ട് 38. ഓക്കെ, 38. സോ ഇപ്പോൾ എന്താണ് ഇവരുടെ ഇടയിലുള്ള ഇത് എത്രയാണ്? നോക്കിയേ, 19 ഡിഫറൻസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. നോക്കിയേ, 20 ഉള്ളത് 19 കുറഞ്ഞു. എത്ര കുറഞ്ഞു? അവിടെയും 5% കുറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് സ്പീഡ് ഒരേപോലെ കുറഞ്ഞാൽ റിലേറ്റീവ് സ്പീഡും അത്ര തന്നെ കുറയും. രണ്ട് സ്പീഡും 5% കുറഞ്ഞാൽ റിലേറ്റീവ് സ്പീഡും 5% കുറയും. ഓക്കെ, ആ കോൺസെപ്റ്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഗ്രാജുവേറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം. 5% കുറയുന്നത്. 5% 1/20. നേരത്തെ 20 ഉണ്ടെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ എങ്ങനെ എഴുതാം? സ്പീഡ് എന്ന് പറയുന്നത് നേരത്തെ 20 ആണെങ്കിൽ ഇപ്പോൾ 1 കുറഞ്ഞിട്ട് 19 സ്പീഡ്. സെയിം ദൂരമാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, സെയിം ദൂരമാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടൈമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ ടൈം എന്ന് പറയുന്നത് 19 20. നേരെ തിരിച്ചിടാം. ഓക്കെ, ഇത്രയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഇവർ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് 20 മിനിറ്റ് കൊണ്ടാണ്. രണ്ടാമത് മീറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ റിലേറ്റീവ് സ്പീഡ് കുറയുന്നുണ്ട്. എന്തായി? 20 ഉള്ളത് 19. അപ്പോൾ അവരുടെ ടൈമും കൂടും. ടൈം കൂടില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം റിലേറ്റീവ് സ്പീഡ് 20 ആയിരിക്കുമ്പോൾ ടൈം എന്ന് പറയുന്നത് 19. അത് നമുക്ക് കിട്ടിയ എത്രയാണെന്ന്. സോ 19 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയ 20 മിനിറ്റ് എന്ന് പറയുന്നത്. പുതിയത് എത്രയാണ്? പുതിയത് സ്പീഡ് കുറഞ്ഞു, ടൈം കൂടി. 20 യൂണിറ്റ് ടൈമിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. 20 യൂണിറ്റ് ടൈമിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 20 മിനിറ്റ് ഡിവൈഡ് ബൈ 19 ഇൻറ്റു 20. സോ 20/19 ചെയ്താൽ നമുക്ക് 1.05 അങ്ങനെ എന്തെങ്കിലും കിട്ടും അല്ലേ? അതേ 1.05 അത്ര ചെറിയൊരു വാല്യൂ വരിക. സോ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കൊരു 21 മിനിറ്റിൻ്റെ അടുത്ത് കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലായി, ആദ്യത്തെ പ്രാവശ്യം 20 മിനിറ്റ് കണ്ടു, രണ്ടാമത്തെ പ്രാവശ്യം 21 മിനിറ്റ് കണ്ടു. ഇനി മൂന്നാമത്തെ പ്രാവശ്യം എത്ര മിനിറ്റ് കണ്ടു എന്ന് നമ്മൾ നോക്കണം. എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഇവിടെ നോക്കിയാൽ വീണ്ടും 5% കുറഞ്ഞു. അതായത് 5% കുറഞ്ഞു എന്ന് വെച്ചാൽ 20 ഉള്ളത് 19. അപ്പോൾ സ്പീഡ് ടൈം എന്ന് പറയുന്നത് 19 20. സോ ഇപ്പോഴത്തെ 19 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ടൈം എത്രയാണ്? 21 മിനിറ്റ് ആണ്. അപ്പോൾ പുതിയ ടൈം എന്താണ്? 20 യൂണിറ്റ്. സോ 21/19 ഇൻറ്റു 20. സോ 21/19 നമുക്ക് 1.1 സംതിങ് ആയിട്ട് വരും. അപ്പോൾ എന്ത് കിട്ടും? 22 മിനിറ്റ്സ് എന്ന് കിട്ടും. അതിൻ്റെ അടുത്താണ് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. നമ്മളോട് ചോദിച്ചു മൂന്നാമത്തെ പ്രാവശ്യം ഏത് സമയത്ത് മൂന്നാമത്തെ പ്രാവശ്യം കാണുന്നു എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ആദ്യം 20 മിനിറ്റ്, ഇപ്പോൾ പിന്നെ 21 മിനിറ്റ്, അപ്പോൾ 41 മിനിറ്റായി. പിന്നെയും 22 മിനിറ്റ്, അപ്പോൾ 63 മിനിറ്റ്. ഓക്കെ, ഒരു 63 മിനിറ്റിൻ്റെ അടുത്ത് 63 പോയിൻറ്റ് സംതിങ് മിനിറ്റ് ആണ് കഴിയുമ്പോഴാണ് കാണുന്നത്. ഓക്കെ,
സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഡി ആണ്. സോ ഇത് നമുക്കിപ്പോൾ NTPC ഗ്രാജുവേറ്റ് ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആ കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം. എന്താ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആദ്യത്തെ തവണ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ടൈം കണ്ടുപിടിക്കും. എങ്ങനെയാണ്? സർക്കുലർ പാത്തിൻ്റെ ഡിസ്റ്റൻസ് 900 ഡിവൈഡ് ബൈ ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ റിലേറ്റീവ് സ്പീഡ് രണ്ട് സ്പീഡും മൈനസ് ചെയ്യുന്നതാണ് 45. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം 20 മിനിറ്റ് കൊണ്ട് അവർ മീറ്റ് ചെയ്യും. ഇനി ഇതേ സ്പീഡിൽ പോയാൽ ഓരോ 20 മിനിറ്റ് കഴിയുമ്പോൾ അവർ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതേ സ്പീഡിൽ പോയാൽ പക്ഷേ സ്പീഡ് കുറയുന്നു. സോ സ്പീഡ് എങ്ങനെയാ? 5% കുറയുന്നു. അപ്പം നോക്കിയേ, നേരത്തെ 20 ഉള്ളത് നോക്കിയേ 1/20 ആണ് 5% എന്ന് വെച്ചാൽ. അപ്പം നേരത്തെ 20 ഉള്ളത് ഇപ്പോൾ 19 ആകുന്നു. അപ്പോൾ നമ്മുടെ ടൈം എന്ന് പറയുന്നത് നോക്കിയേ നേരെ തിരിഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലായി നേരത്തെ എന്താണ്? നേരത്തെ നമ്മുടെ ടൈം എന്ന് പറയുന്നത് ഈ 20 ഈക്വൽ 19 ഈക്വൽ 20 മിനിറ്റ് ആണ്. അപ്പോൾ ഈ 20 ഈക്വൽ പുതിയ ടൈം, നേരത്തെ ടൈം ഈ 19 ഈക്വൽ ആണ് എത്രയാ? 20 മിനിറ്റ്. പുതിയ ടൈം 20 ഈക്വൽ ആണ് എത്രയാ? 21 മിനിറ്റ്. ഇത് കൺവേർഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ പുതിയ ടൈം കിട്ടി. അപ്പോൾ രണ്ടാമത് 21 മിനിറ്റ് കൊണ്ട് കാണും. എഗെയിൻ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. എന്താണ്? സ്പീഡ് കുറഞ്ഞു, 5% കുറഞ്ഞു. എഗെയിൻ എന്തായി? ടൈം എന്ന് പറയുന്നത് 19 20 ഓൾറെഡി ഉള്ള ടൈം 19 ആണ്. സോ ഈ 21 മിനിറ്റ് എന്ന് പറയുന്നത് 19 ആണ്. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കോൺസെപ്റ്റ് ചെയ്താൽ 22 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ മീറ്റിംഗ് ടൈമും നമുക്ക് കിട്ടി. ആദ്യം 20 മിനിറ്റ് കിട്ടും, പിന്നെ 21 മിനിറ്റ് കാണും, പിന്നെ 22 മിനിറ്റ് കാണും. കുറച്ച് പോയിന്റ് സംതിങ് ഉണ്ട്. സോ ഇതൊക്കെ കൂട്ടുമ്പോൾ 63 പോയിന്റ് സംതിങ് മിനിറ്റിലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ഈ കോൺസെപ്റ്റ്. അപ്പോൾ ഇത് കുറച്ച് കാൽക്കുലേഷൻ വരുന്നുണ്ട്. സോ നോക്കുക കേട്ടോ. ഏതാണ്ട് നമ്മൾ വെറൈറ്റി, അതായത് ഈ സീലുള്ള ക്വസ്റ്റ്യൻ അല്ല നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ എക്സാംസിന് വന്നിട്ടുള്ള കുറച്ച് വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാമല്ലോ. എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ റിലേറ്റീവ് സ്പീഡ്, അത് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ട്രിക്ക് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 3 ഫ്രണ്ട്സ് ആണ്. ഇത് CGL-ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. 2025 CGL-ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Tier 1-ന് 3 ഫ്രണ്ട്സ് ഉണ്ട്. സോ സർക്കുലർ ട്രാക്ക് ആണ്. സർക്കുലർ ട്രാക്കിൻ്റെ 3 ഫ്രണ്ട്സ് ഉണ്ട്. സർക്കുലർ ട്രാക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 3 കിലോമീറ്റർ ആണ്. 3 കിലോമീറ്റർ ആണ്. എന്നിട്ട് ദേ ഓൾ സ്റ്റാർട്ട് റണ്ണിങ് സെയിം പോയിന്റ് ആണ്. സെയിം പോയിന്റ് നിന്ന് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു. 9 AM സ്റ്റാർട്ട് ചെയ്തു. ട്രാവലിംഗ് സെയിം ഡയറക്ഷനാണ്. 3 പേരും ഒരേ ഡയറക്ഷനിലേക്ക് ട്രാവൽ ചെയ്തു. ഒരാൾ 15, മറ്റാൾ 10, 15, 10, 12 കിലോമീറ്റർ പെർ അവർ ആണ് എന്താണ് സ്പീഡ് എന്ന് പറയുന്നത്. ഹൗ മെനി ടൈം വിൽ ഓൾ 3 ഓഫ് ദം മീറ്റ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇഫ് ദേ ആർ കണ്ടിന്യൂയിങ് സൈക്ലിംഗ് അണ്ടിൽ 3 PM. അതായത് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മണി വരെ അവർ ഈ സർക്കിളിൽ കറങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്ര പ്രാവശ്യം ഒരുമിച്ച് അവർ കണ്ടുമുട്ടും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്ര പ്രാവശ്യം അവർ ഒരുമിച്ച് കണ്ടുമുട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മീറ്റിംഗ് പോയിന്റ് പറഞ്ഞു, അതല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. മീറ്റിംഗ് പോയിന്റ് ഇടയ്ക്ക് എവിടെയെങ്കിലും മീറ്റ് ചെയ്താൽ മതി. പക്ഷേ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ വേറൊരു കോൺസെപ്റ്റാണ്. അതായത് ഇപ്പോൾ ആദ്യത്തെ 15 കിലോമീറ്റർ പെർ അവർ സ്പീഡുള്ള ഒരാൾ, അയാൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തണമെങ്കിൽ എത്ര സമയം എടുക്കും? ആലോചിച്ച് നോക്കിയേ. അതായത് ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ആൾ, X Y Z അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്ന ആൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താനെടുക്കുന്ന സമയം എക്സ് ടൈം ടേക്കൺ ബൈ എക്സ് എവിടെ എത്തിയാൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താനുള്ള ടൈമാണ് പറയുന്നത്. എന്താണ്? എങ്ങനെയാണ്? 3 കിലോമീറ്റർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ. അതായത് അയാൾ ഈ ഫുൾ സർക്കിൾ കറങ്ങണം, 3 കിലോമീറ്ററും കറങ്ങണം. അപ്പോൾ എന്താ? 3 കിലോമീറ്റർ ഡിവൈഡ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ എത്ര സമയം എടുക്കുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇവിടുന്ന് ഈ 3 കിലോമീറ്ററും കറങ്ങിയിട്ട് ഇവിടെ എത്തണം. അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ചെയ്താൽ ആ 3 കിലോമീറ്ററും കറങ്ങാനുള്ള ടൈം കിട്ടും. സോ എന്താണ്? ഡിസ്റ്റൻസ് 3 ആണ്. ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? സ്പീഡ് എത്രയാണ്? 15. ഇത്രയും ചെയ്താൽ എത്ര മണിക്കൂറാണെന്ന് കിട്ടും. കിലോമീറ്ററിലുള്ളത് എത്ര മണിക്കൂറാണെന്ന് കിട്ടും. പക്ഷെ നമുക്ക് സെക്കൻഡിൽ മതി. കാരണം എന്താ? നമുക്ക് സെക്കൻഡിൽ മിനിറ്റിൽ കണ്ടുപിടിച്ചാൽ മതി. മിനിറ്റാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, മിനിറ്റിൽ കണ്ടുപിടിച്ചാൽ പോരെ. കാരണം എത്ര മിനിറ്റ് കൊണ്ട് അവിടെ എത്തുന്നതാണ് ചെറിയ മിനിറ്റാണ്. അവറിലാകുമ്പോൾ പോയിന്റ് ഒക്കെ വരും. നമുക്ക് മിനിറ്റിൽ കണ്ടുപിടിക്കാം, അതാണ് നല്ലത്. ഇപ്പോൾ എന്താ 3/5 എന്ന് വെച്ചാൽ 50 എന്ന് വെച്ചാൽ 1/5 ഒക്കെ വരും. സോ അതിനെ നമുക്ക് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ എത്ര മിനിറ്റ് കൊണ്ട് ആദ്യത്തെ ആൾ ഈ എക്സ് എന്ന് പറയുന്ന ആൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്നത് കിട്ടും.
എത്രയാണ് 4. 12 മിനിറ്റ് കൊണ്ട് ആദ്യത്തെ ആൾ എക്സ് എന്ന് പറയുന്ന ആൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആ ഒരു സർക്കിൾ ഫുള്ള് ഫിനിഷ് ചെയ്യും. ഇനി വൈ ആണെങ്കിലോ, വൈ ആണെങ്കിൽ 3 അതിൻ്റെ സ്പീഡ് 10 ഇൻറ്റു 60 ചെയ്താൽ നമുക്ക് എത്രയാ 18. ഓക്കെ 6 18 മിനിറ്റ് കൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. മൂന്നാമത്തെ ആളോ വൈ സെഡ് 3/12 ഇൻറ്റു 60 ചെയ്താൽ എന്ത് കിട്ടും 5 ഇൻറ്റു 3 15 മിനിറ്റ് കൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. ഇപ്പോൾ 3 പേരും ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വേറെ വേറെ ടൈമിലാണ് എത്തുന്നത്. അപ്പോൾ ഇവരൊക്കെ ഒരുമിച്ച് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താൻ എത്ര സമയം എടുക്കും? അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം കിട്ടിയ വാല്യൂസിൻ്റെയൊക്കെ LCM എടുക്കുക. LCM ഓഫ് എന്താണ് 12, 18, 15. ഇതിൻ്റെ LCM വരുന്ന സമയത്തായിരിക്കും 3 പേരും ഒരുമിച്ച് ആ പോയിന്റിൽ എത്തുന്നത്, നമ്മുടെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്നത്. ഇതിൻ്റെ LCM എന്തായിരിക്കും? 12, 18, 15 എന്തായിരിക്കും? 180 ആയിരിക്കും. ഓക്കെ 180. അങ്ങനെ 180 മിനിറ്റ് ആകുമ്പോൾ ഇവരെന്തായി 3 പേരും ആ ഒരു പോയിന്റിൽ എത്തും. 180 മിനിറ്റ് അല്ലെങ്കിൽ 3 hours. സോ 3 മണിക്കൂർ കൊണ്ട് അവർ ആ പോയിന്റിൽ വീണ്ടും ഒരുമിച്ചെത്തും. അതിനു മുന്നേ എല്ലാവരും ആ പോയിന്റിലെത്തും, പക്ഷെ ഒരുമിച്ചെത്തില്ല. സോ 3 മണിക്കൂർ കൊണ്ട് ആ പോയിന്റിൽ ഒരുമിച്ചെത്തും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 9 AM സ്റ്റാർട്ട് ചെയ്താൽ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ വീണ്ടും എത്തും. സോ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മണിക്കൂർ ആകുമ്പോൾ എത്രയാണ് അടുത്തത് അവർ ഒരുമിച്ചെത്തുന്നത്? 12 PM 12 PM അവർ ഒരുമിച്ച് ആ പോയിന്റിലെത്തും. പിന്നെ വീണ്ടും 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്രയാണ് 3 PM ആയില്ല. അപ്പോൾ നമ്മുടെ സമയത്തില്ലേ 3 മണിയായി. സോ എത്ര പ്രാവശ്യം അവരെത്തും? സോ നോക്കിയേ എത്ര പ്രാവശ്യം എത്തും അവർ? അങ്ങനെ 2 പ്രാവശ്യമാണ് അവർ എത്തുന്നത്. സോ നോക്കിയേ 2 times. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഹൗ മെനി ടൈംസ് വിൽ ഓൾ 3 of them മീറ്റ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇഫ് ദേ കണ്ടിന്യൂ സൈക്ലിംഗ് അണ്ടിൽ. ഓക്കെ അപ്പോൾ 9 മണിക്ക് വിട്ടു, പിന്നെ 12-നും 3-നുമാണ് മീറ്റ് ചെയ്യുന്നത്. സോ 2 പ്രാവശ്യം അവർ മീറ്റ് ചെയ്യും. യെസ് ഓക്കെ. സോ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ആദ്യം അവർ ഓരോന്നും എത്ര സമയം കൊണ്ട് എത്തുന്നത് നോക്കുക, പിന്നെ അതിൻ്റെ LCM എടുത്താൽ അവർ മീറ്റിംഗ് ടൈം കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. നമ്മളെല്ലാം പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ക്ലിയർ ആവുന്നെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ എന്താണുള്ളത്? അങ്കൂർ ജോക്സ് ഓൺ സർക്കുലർ ട്രാക്കാണ്. അങ്കൂർ ജോക്സ് ഓൺ. ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. ഇന്ന സർക്കുലർ റേസ് ഓഫ് ലെങ്ത് 1530. ഷാറൂഖ് ആൻഡ് അമീർ സ്റ്റാർട്ട് സൈമൾട്ടേനിയസ്ലി ഫ്രം സെയിം പോയിന്റ് ആണ്. റണ്ണിങ് സെയിം ഡയറക്ഷനിൽ റൺ ചെയ്യുന്നു. സോ ഷാറൂഖ് കംപ്ലീറ്റ് 1 റൗണ്ട് 85 സെക്കൻഡ് കൊണ്ട് 1 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും. അമീർ ആണെങ്കിലോ അമീർ 90 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. ഹൗ മെനി ഡിഫറെൻറ്റ് മീറ്റിംഗ് പോയിന്റ് ആർ ദെയർ ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ ട്രാക്ക്? അപ്പോൾ ഇവിടെ പറയുന്നത് ഒരാൾ 85 സെക്കൻഡ് കൊണ്ട് ഒരു റെവല്യൂഷൻ, അതായത് ആദ്യത്തെ ആരെയാണ്? ഷാറൂഖിൻ്റെ ആണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 85 സെക്കൻഡ് ആണ് പെർ റൗണ്ട്. ഓക്കെ 85 സെക്കൻഡാണ് ഒരു റൗണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ ഒരു റൗണ്ട് കറങ്ങാൻ 85 സെക്കൻഡാണ്. ഓക്കെ ഒരു റൗണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട് 85 സെക്കൻഡാണ് എടുക്കുന്നത്. ഇനി ഇതേ ആള് എന്താ അമീർ ആണെങ്കിലോ 90 സെക്കൻഡ് എടുക്കും. എന്താ ഒരു റൗണ്ട് കറങ്ങാൻ 90 സെക്കൻഡ് എടുക്കും. ഓക്കെ 90 സെക്കൻഡാണ് എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഡിഫറെൻറ്റ് പോയിന്റ് ഉണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞില്ല എന്താ എത്ര ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് ഉണ്ടെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താ? സ്പീഡിൻ്റെ റേഷ്യോ എടുക്കാം, രണ്ടിൻ്റെയും സ്പീഡിൻ്റെ റേഷ്യോ. ഇതാണ് സ്പീഡ്. 8 സെക്കൻഡ് പെർ 8 സെക്കൻഡാണ്. 8 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഇത്ര റൗണ്ട് 85 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഒരു റൗണ്ട്, മറ്റാളാണെങ്കിൽ 90 സെക്കൻഡ് കൊണ്ട് ഒരു റൗണ്ട്. സോ സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താ? സ്പീഡിൻ്റെ റേഷ്യോ ആരാണ്? ഷാറൂഖും അമീറും. 85:90. 5 കൊണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 17 റേഷ്യോയാണ് എടുക്കണം കേട്ടോ. റേഷ്യോ എടുക്കണം കറക്റ്റ്, ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റണം. സോ ഇതാണ് റേഷ്യോ. ഇനി ഇവരെ സെയിം ഡയറക്ഷനിലാണ്. സോ സെയിം ഡയറക്ഷനിലായതുകൊണ്ട് എത്ര പോയിന്റ് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്താണ്? 18 - 17
അങ്ങനെയാണെങ്കിൽ ഒരു പോയിൻ്റാണ്, ഒരു പോയിന്റിലായിരിക്കും ഇവർ മീറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം പറഞ്ഞാണ് എന്താണ് എത്ര ഡിഫറെൻറ്റ് പോയിന്റ് നമ്മൾ കാണിച്ചില്ല, ഒരു 5 പോയിന്റ് നമ്മൾ എഴുതിയില്ലേ, ആ ചോദ്യമാണിത്, ഇപ്രാവശ്യം വന്ന ചോദ്യമാണ്. അപ്പോൾ എത്ര ഡിഫറെൻറ്റ് പോയിന്റിൽ ഇവർ, അതായത് ഇവർ രണ്ടുപേരും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര ഡിഫറെൻറ്റ് പോയിന്റിൽ, പിന്നെ എന്തായി, ഇപ്പോൾ ഒരു പോയിന്റിൽ മാത്രമേ അവർ മീറ്റ് ചെയ്യൂ, എപ്പോഴും അവർ ഒരു പോയിന്റിൽ മാത്രമേ, ആ സെയിം പോയിന്റിൽ തന്നെ ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്. ഇനി അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറങ്ങുന്നതെങ്കിൽ, സപ്പോസ് ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് രണ്ടും ആഡ് ചെയ്യാം. ഓക്കെ, 17 + 18 ചെയ്താൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇത്രയും പോയിന്റിൽ അവർ മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതും സെറ്റാണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. സ്പീഡിൻ്റെ റേഷ്യോ എടുക്കുക, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ പെട്ടെന്ന് പോകാം നമുക്ക്. അടുത്ത് നോക്കിയേ, അങ്കൂർ ജോഗ്സ് ഓൺ എ സർക്കുലർ ട്രാക്ക് ട്രാക്ക് എക്സ് അറ്റ് എത്രയാ സ്പീഡ് തന്നു, 1/2/3 m/s ആണ്. മഹിമയാണെങ്കിലോ ട്രാക്ക് വൈ ആണ്. 2 ട്രാക്ക് ഉണ്ട് കേട്ടോ, ഇവിടെ 2 ട്രാക്ക് ഉണ്ട്. സോ 2 ട്രാക്ക് ഉണ്ട്. സോ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. എൻ്റെ സർക്കിൾ കറക്റ്റ് ആവുന്നില്ലല്ലോ, ട്രാക്ക് സ്ക്വയറായി, ഒരു മിനിറ്റ്. യെസ്, അപ്പോൾ 2 ട്രാക്ക് ഉണ്ട്, ഒന്ന് എക്സും ഒന്ന് എക്സ്, മറ്റത് വൈ, അങ്ങനെ 2 ട്രാക്ക് ഉണ്ട്. ഇനി അങ്കൂറും രണ്ടുപേരും ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, രണ്ടുപേരും ട്രാവൽ ചെയ്യുന്നു ഈ ട്രാക്കിലൂടെ. ടോട്ടൽ ലെങ്ത് ഓഫ് ട്രാക്ക് എക്സും, അപ്പോൾ ഇവിടെ 2 ട്രാക്കിൻ്റെയും ടോട്ടൽ ലെങ്ത് കൂട്ടിയാൽ എക്സ് + വൈ 2 ട്രാക്കിൻ്റെയും ലെങ്ത് കൂട്ടിയാൽ 0.325 കിലോമീറ്റർ ആണ്. അല്ലെങ്കിൽ മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് എന്താ 325 മീറ്റർ ആണ് 2 ട്രാക്കും കൂട്ടിയാൽ. ഇനി പറയുന്നത് അങ്കൂർ മേക്സ് 9 റൗണ്ട് ഓഫ് ട്രാക്ക് എക്സ് ഇൻ സെയിം ടൈം. ഓക്കെ, അങ്കൂർ ഈ എക്സിൻ്റെ 9 റൗണ്ട് കറങ്ങും ആ സെയിം ടൈമിലാണ്. അങ്കൂറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നോക്കിയേ 1/2/3 ആണ്, അല്ലെങ്കിൽ എന്താ 3, 2, 5, 5/3 എന്ന ടൈമിലാണ് അങ്കൂർ ട്രാവൽ ചെയ്യുന്നത്. മറ്റാളാണെങ്കിലോ വൈൽ ട്രാവൽ ചെയ്യുന്ന ആരാ, മഹിമയാണ്. 12 to 1/12 ആണ്. സോ 12 × 2 24, 1 25/12 എന്ന സ്പീഡിലാണ് മഹിമ ട്രാവൽ ചെയ്യുന്നത്, ഇത് ട്രാവൽ ചെയ്യുന്നത്. സോ 2 പേരും, ഒരാൾ അങ്കൂർ 9 റൗണ്ട് ട്രാവൽ ചെയ്യുന്ന സമയം തന്നെയാണ് മഹിമക്ക് 5 റൗണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടത്. സോ 2 പേരും ഇത്രയും റൗണ്ട് ട്രാവൽ ചെയ്യുന്ന സമയം സെയിം ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ദ ടൈം ടേക്കൺ ബൈ മഹിമ ടു കംപ്ലീറ്റ് 1 റൗണ്ട് ഓഫ് ട്രാക്ക് എക്സ്. ഓക്കെ, ട്രാക്ക് എക്സ് കംപ്ലീറ്റ് ചെയ്യാൻ മഹിമക്ക് എത്ര സമയം വേണം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ അതാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ എന്ത് ചെയ്യാം, ട്രാക്ക് എക്സിൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്യണം. ട്രാക്ക് എക്സിൻ്റെ ലെങ്ത്ത് നമ്മൾ ഫൈൻഡ് ചെയ്യണം, എന്നിട്ട് മഹിമേൻ്റെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ട്രാക്ക് എക്സിൻ്റെ ലെങ്ത്ത് ഡിവൈഡ് ബൈ മഹിമേൻ്റെ സ്പീഡ് ചെയ്താൽ സംഭവം ഒക്കെയാണ്. ഇപ്പം മഹിമ ഉള്ളത് വൈയിലാണ്, പക്ഷേ എക്സിൽ ട്രാവൽ മഹിമയ്ക്ക് ചെയ്യാൻ എത്ര സമയം വേണമെന്നാണ് ചോദിക്കുന്നത്. സോ എക്സിൻ്റെ ട്രാക്കിൻ്റെ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ മഹിമേൻ്റെ സ്പീഡ് ചെയ്താൽ ആൻസറായി. അപ്പോൾ നമ്മൾ ട്രാക്ക് എക്സിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്യാം, അതിനാണ് നമുക്കൊരു കാര്യം തന്നിട്ടുള്ളത്. 2 പേരും ചെയ്യുന്ന ടൈം സെയിം ആണെന്ന്. എങ്ങനെയാണ്, നമ്മൾ എക്സിൽ 9 ടൈംസ് ആ എക്സ് എന്ന് പറയുന്ന എക്സ് ട്രാക്കിൻ്റെ ലെങ്ത് എക്സ് ആണെന്ന് വിചാരിക്കാം. എക്സ് എന്ന് പറയുന്ന ട്രാക്കിൻ്റെ ലെങ്ത് എക്സ് ആണെന്ന് വിചാരിച്ചു. ഒരു സർക്കിൾ എക്സ് ആണ്, അങ്ങനെ 9 സർക്കിൾ കറങ്ങുന്നു. അപ്പോൾ 9x കറങ്ങാൻ എത്ര സമയം എടുക്കും, ആർക്കാണ് 9x കറങ്ങാൻ, അങ്കൂറിനാണ്. 9x ഡിവൈഡ് ബൈ അങ്കൂറിൻ്റെ സ്പീഡ് 5/3 ടൈം കിട്ടി, ഈക്വൽ ടു മറ്റേ ആളെത്രയാണ് 5 റൗണ്ടാണ് വൈയിൽ കറങ്ങുന്നത്. 5y ഡിവൈഡ് ബൈ മഹിമേൻ്റെ സ്പീഡ് 25/12. സോ ഇനി ഇതൊക്കെ കട്ട് ചെയ്താൽ നമുക്ക് എന്താ എക്സിൻ്റെയും വൈൻ്റെയും റേഷ്യോ കിട്ടും. ഓക്കെ, സോ ഇതും കട്ട് ചെയ്താൽ 4 കിട്ടും, ഇതും കട്ട് ചെയ്താൽ 5 കിട്ടും. ഓക്കെ, സോ 5ഉം ഇതും കട്ട് ചെയ്തു. ഇനെന്ത് ചെയ്യും, സോ നമുക്ക് കിട്ടുക, അപ്പം ഇങ്ങനെ കട്ട് ചെയ്താൽ x/y എന്ന് പറയുന്നത് 4/9 എന്ന് പറയുന്ന റേഷ്യോയിൽ കിട്ടി. എക്സും വൈയും തമ്മിലുള്ള ട്രാക്കിൻ്റെ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4/9 ആയിട്ട് കിട്ടി. ഇനി 2 ട്രാക്കും കൂട്ടിയാൽ എത്രയാണ്, 325 ആണ്. അതായത് ഇത് 2 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 13 യൂണിറ്റ്. 13 യൂണിറ്റ് എന്ന് പറയുന്നത് 325 ആണ്. അതായത് ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 13 × 25 ആണ്. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 25 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ട്രാക്കിൻ്റെ ലെങ്ത് എത്രയാണ്, ഒരു യൂണിറ്റ് 25 ആണ്. അപ്പോൾ
ഇൻറ്റു 25 ചെയ്താൽ 100 മീറ്റർ ആണ് എക്സിൻ്റെ നീളം. 100 മീറ്റർ ആണ് എക്സിൻ്റെ നീളം. സോ എക്സിൻ്റെ നീളം 100 കിട്ടി. ഡിവൈഡ് ബൈ ആരാണ് പോകേണ്ടത്? എക്സിൽ മഹിമ പോകണം. മഹിമൻ്റെ സ്പീഡ് എന്താണ്? 25/12. സോ ഇതും കട്ട് ചെയ്ത് 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ 48 48 സെക്കൻഡ് കൊണ്ടാണ് മഹിമ അത് ട്രാവൽ ചെയ്യുക. യെസ്, സിമ്പിൾ അല്ലേ? 48 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്യും. ഓക്കെ, സോ 48 സെക്കൻഡ് കൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ സിമ്പിൾ ഇതിങ്ങനെയാണ്. ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ പെട്ടെന്ന് ചെയ്ത് നോക്കുക. വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പക്ഷേ ഞാനെന്താ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. എക്സാംസിന് ചോദിച്ചാണ്, ഇനി വരുന്ന എക്സാംസിനും നമുക്ക് ചോദിക്കാം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2 runners A and B start simultaneously from the same point on circular track of length 840 ആണ്. റൺ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. സ്പീഡ് ഓഫ് എ എന്ന് പറയുന്നത് 7 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബി എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ആഫ്റ്റർ ഹൗ മെനി കംപ്ലീറ്റ് റൗണ്ട് ബൈ എ ഡസ് എ മീറ്റ് വിത്ത് ബി again ദ ഫസ്റ്റ് മീറ്റ്. ഓക്കെ, അപ്പോൾ എത്ര റൗണ്ടിന് ശേഷം വീണ്ടും മീറ്റ് ചെയ്യും അതാണ് ചോദിക്കുന്നത്. സോ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് സർക്കിൾ വേണമെങ്കിൽ വരക്കാം. സോ നമ്മുടെ സമയമായിട്ട് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സർക്കുലർ ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 840 ആണ്. ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ മീറ്റിംഗ് ടൈം എടുക്കും? മീറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്തെടുക്കും? 840 ആണ് ഡിസ്റ്റൻസ്. ഡിവൈഡ് ബൈ 840 രണ്ടിൻ്റെയും ഒരേ ഡയറക്ഷനിലാണ് സ്പീഡ്. സോ 2 റിലേറ്റീവ് സ്പീഡ്. 7 - 5 2 ആണ് റിലേറ്റീവ് സ്പീഡ്. സോ എത്ര? 420 സെക്കൻഡ് കൊണ്ട് അവർ വീണ്ടും മീറ്റ് ചെയ്യും. 420 സെക്കൻഡ് കൊണ്ട് അവർ വീണ്ടും മീറ്റ് ചെയ്യും. ഓക്കെ, അത് സെറ്റാണ്. ഇനി നമ്മൾ എത്ര റൗണ്ട് എ കറങ്ങിയ ശേഷമാണ് ഈ മീറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. എത്ര റൗണ്ട് എ കറങ്ങണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ എത്ര റൗണ്ട് കറങ്ങണം? എ എന്ന് പറയുന്നത് 100 റൗണ്ട് കറങ്ങാൻ എത്ര സമയം എടുക്കും? എ 840 എന്ന സർക്കിൾ കറങ്ങാൻ എത്ര സമയം എടുക്കും? 840/7. എത്ര സമയം എടുക്കും? 840/7. സോ ഒരു പ്രാവശ്യം 14 2 120 സെക്കൻഡ് എടുക്കും. 840 ഡിസ്റ്റൻസ് ആണ്. 7 എന്ന് പറയുന്നത് എൻ്റെ സ്പീഡാണ്. സോ 120 സെക്കൻഡ് കൊണ്ട് ഒരു റൗണ്ട് കറങ്ങും. ശരിക്കും ഇവർ എത്ര റൗണ്ട് കൊണ്ടാണ് കാണുന്നതെന്ന് ചോദിച്ചാലോ 420. അപ്പോൾ 120 × 3 ചെയ്താൽ 360 ഓക്കെ, 360 ഫുള്ളായി. സോ 120 സെക്കൻഡ് ഇവിടെ എത്ര? 420 സെക്കൻഡിലാണ് അവർ മീറ്റ് ചെയ്യുന്നത്. സോ 3 റൗണ്ട് ആകുമ്പോൾ 360 സെക്കൻഡായി. വീണ്ടും ബാക്കിയുണ്ട്. എത്രയുണ്ട്? 300. ബാക്കി 60 സെക്കൻഡ് ബാക്കിയുണ്ട്. അപ്പോൾ ശരിക്കും അവർ എത്രയാണ്? 60 സെക്കൻഡ് ബാക്കിയുണ്ട്. ആ 60 സെക്കൻഡ് കൊണ്ട് അര റൗണ്ട് കറങ്ങും. ഓക്കെ, 120 സെക്കൻഡ് കൊണ്ട് ഒരു റൗണ്ട് കറങ്ങും. വീണ്ടും ഒരു 120 സെക്കൻഡ് കൊണ്ട് രണ്ടാമത്തെ റൗണ്ട്. വീണ്ടും 120 സെക്കൻഡ് കൊണ്ട് മൂന്നാമത്തെ റൗണ്ട്. സോ 3 റൗണ്ട് 360 സെക്കൻഡ് കൊണ്ടായി. പക്ഷെ 420 സെക്കൻഡ് ആകുമ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഒരു 60 സെക്കൻഡ് ബാക്കിയുണ്ട്. അപ്പോൾ ഒരു പകുതി റൗണ്ടും കൂടെ കറങ്ങും. അതായത് ശരിക്കും 3.5 റൗണ്ട് കറങ്ങും. ഓക്കെ, 3.5 റൗണ്ട് കറങ്ങിയിട്ടുണ്ടാവും. 3.5 റൗണ്ട്സ് കറങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, 3 റൗണ്ട് ഫുള്ളാവും. പിന്നെ അപ്പോൾ നോക്കിയാൽ 3 റൗണ്ട് വരുന്ന 3 റൗണ്ട് വരുന്ന 2 ഓപ്ഷനാണല്ലോ. 3 റൗണ്ട് കറങ്ങിയിട്ടുണ്ടാവും എ. എന്നാൽ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ആഫ്റ്റർ ഹൗ മെനി കംപ്ലീറ്റ് റൗണ്ട്. സോ എന്തായാലും 3 റൗണ്ടാണ്. സോ 3 റൗണ്ട് ഓക്കെയാണ്. സോ ഇതും തെറ്റ്. ഇനി എത്രയാണ്? 3 റൗണ്ട് ഫുള്ളായി. ബാക്കി അര റൗണ്ടും കൂടെ ഉണ്ട്. സോ അര റൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് 420 മീറ്റർ അല്ലേ? ഒരു റൗണ്ട് 840 ആണ്. അര റൗണ്ട് 3.5 റൗണ്ടാണ്. അപ്പോൾ 3 റൗണ്ട് കറങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് അര റൗണ്ട് കൂടുതലുണ്ട്. അതെത്രയാണ്? അതെന്ന് പറയുന്നത് 420 മീറ്റർ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്.
ഇനി ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. സോ നമുക്ക് എന്താണ് അതൊക്കെ വേറൊരു ക്ലാസ് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ആണ്, വെറൈറ്റി ആയിട്ടുള്ള സർക്കുലർ ട്രാക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ എക്സാംസിൻ്റെ. എന്താണ് CGL അതുപോലെ NTPC. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്ക് ഇനി ആവശ്യമുണ്ട്, അപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ ചെയ്യാം. ഏതൊക്കെ ടോപ്പിക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യാം. എല്ലാം ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുക. സോ അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ അത്തരത്തിലുള്ള നിങ്ങൾ കമൻറ്റ് എല്ലാവരും ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടുമായിട്ട് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ.